അല്ലാഹു നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് വെറുതെ ചിന്തിച്ച് നോക്കുക. വെറുതെ കിട്ടുന്ന കുറേ വസ്തുക്കൾ, കിണറ്റിലെ വെള്ളം, അതുപോലെ മഴ, വായു, ഈ ഭൂമി ചവിട്ടി നിൽക്കുന്ന ഭൂമി, ഇത് ഈ ഗവൺമെൻറ്റോ അല്ല സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അല്ല സൃഷ്ടിച്ചത്, അള്ളാഹുവാണ്. നോക്കണം, ഈ തേങ്ങ മാത്രം നോക്കണം. ഇതിന് നമ്മൾ വല്ലതും കൊടുക്കുന്നുണ്ട്? ഈ തെങ്ങിന് നമ്മൾ വല്ലതും ഇടുന്നുണ്ടോ? ഒന്നുമില്ല. അത് താനേ കായ്ച്ച് 10-15 മീറ്റർ വെള്ളം വലിച്ചെടുത്ത് മെച്ചിങ്ങയായി, കരിക്കായി, ഇളനീരായി, തേങ്ങയായി എല്ലാ കാലത്തും ഇട്ടുകൊണ്ടേയിരിക്കുന്നു. നിരീശ്വരവാദികൾ പറയും ഇതെല്ലാം പ്രകൃതിയാണ്. തെങ്ങിനെന്താ ഭ്രാന്തുണ്ടോ ഇങ്ങനെ തരാൻ? എന്താ നമ്മൾ തെങ്ങിന് കൊടുക്കുന്നു? ഒന്നും കൊടുക്കില്ല. ഒരു നിരീശ്വരവാദിനോട് ചോദിക്കുക, മേഘിങ്ങനെ പോവുക, എങ്ങോട്ടോ പോവുകയാണ്, ഇന്തോനേഷ്യയിലേക്കോ അല്ലെങ്കിൽ ഫിലിപ്പീൻസിലേക്കോ. അപ്പോൾ അതിനിങ്ങനെ തോന്നുന്നു, പാവം ഈ നാട്ടുകാർക്ക് മഴ വേണം, ഇത് കൊടുക്കുക, അങ്ങനെയാണോ? എന്നാൽ അതിന് തെളിവേടെ? പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇവിടെ തെളിവ്. അള്ളാഹു ഖുർആനിൽ പറയുന്നത്, ഞാനാണിതെല്ലാം കായ്ച്ച് നിങ്ങൾക്ക് വേണ്ടിയില്ല, അല്ലക്കും തുഷ്കുറൂൻ. എന്ത് തേങ്ങയുടെ വില എന്താ ഇപ്പം? 65 രൂപയാണ് കിലോ വില. ഒരു സമയത്ത് തേങ്ങ 22 രൂപയേ ഉണ്ടായതുള്ളൂ. ഇപ്പോൾ ഒരു തേങ്ങയ്ക്ക് 25 രൂപയുടെ മുകളിൽ വിലയായി. ചിരട്ടയ്ക്ക് 30 രൂപ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം. നമ്മളൊന്നും ചെലവില്ല, വെറുതെ കായ്ച്ചിങ്ങനെ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് തരുന്നത്. വല്ല വെണ്ണൂറോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ കൊടുത്ത്, വേറെ എന്താ അതിന് പണി? നമുക്കിങ്ങനെ മാസാമാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ആകെ 30 രൂപ ചിലവാകും. വേറെ ഒന്നും ആരും കൊടുക്കുന്നില്ല തെങ്ങിന്. വളരെ അപൂർവം ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ വില കൂടിയപ്പം ഇപ്പോൾ തെങ്ങിനൊന്നും തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവാണ് ഇതെല്ലാം തരുന്നത്. എന്നാലും അള്ളാഹുവിനോടൊപ്പം പങ്കു ചേർക്കുക പലരും പലതിനെയും. ഈ പങ്കാളികൾക്ക് ഇതിലേതിലെങ്കിലും ഒന്ന് റോളുണ്ടോ? അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിന്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു ചോദ്യം! ഇതെല്ലാം പ്രകൃതിയല്ലേ എന്ന് പറയും. പ്രകൃതി ഇങ്ങനെ 10-15 മീറ്റർ തെങ്ങ് വെള്ളം വലിച്ചെടുത്ത് തേങ്ങയാക്കി, ഇളനീരാക്കി, തേങ്ങയാക്കി നമുക്കിങ്ങനെ ഇട്ട് തരികയാണ്. അതിന് വല്ല ഭ്രാന്തുണ്ട്? നിങ്ങൾ വല്ലതും കൊടുക്കണ്ടോ? അതിനും ഇല്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് വിധേയമാക്കി തന്നു, കടലിനെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നു. നിങ്ങൾ ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ പറഞ്ഞതിന് ശേഷം 34-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹ്. നിങ്ങൾ അവനോട് ആവശ്യപ്പെട്ടതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് അവൻ നൽകിയിരിക്കുന്നു. നമുക്ക് എന്തെല്ലാമാണോ ആവശ്യം അതെല്ലാം ഈ ഭൂമിയിൽ അള്ളാഹു തന്നിട്ടുണ്ട്. വഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ കണക്കെടുക്കാനാവില്ല. ഇന്നൽ ഇൻസാന ലസലൂമുൻ കഫാർ. തീർച്ചയായും മനുഷ്യൻ മഹാ അക്രമകാരിയും വളരെ നന്ദി കേട്ടവനും തന്നെ. ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന വസ്തുക്കൾ എന്തെല്ലാമാണ്? ഇവരെന്തെങ്കിലും സൃഷ്ടിച്ചിരിക്കുന്നോ? പോട്ടെ, അവൻ ഞങ്ങൾ ആരാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടും അള്ളാഹുവിന് കീഴ്പ്പെടാതെ അവനെ മാത്രം നിഷ്കളങ്കമായ ഇതെല്ലാം തരുന്ന അവന് നന്ദി ചെയ്യാതെ എന്തൊരു ജീവിതമാണ്!